ഹലോ കുട്ടികളെ, നമ്മൾ ഇന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് NIOSന്റെ ഇംഗ്ലീഷ് ചാപ്റ്റർ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ തുടർന്ന് ഈ ചാനൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷിന്റെ ചാപ്റ്റർ ആണ്. NIOSന്റെ ഇംഗ്ലീഷിലെ 3rd ചാപ്റ്റർ ആണ്, റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ഇതിൽ തന്നെയുണ്ട്. ഇത് കുറച്ച് നമുക്ക് വായിക്കുക. വായിച്ചതിന് ശേഷം നമുക്ക് എന്താണ് മനസ്സിലായത് അതിനെക്കുറിച്ച് നമ്മൾ അതിനെ നന്നായിട്ടൊന്ന് വായിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഒന്ന് കേൾക്കാം. നമുക്ക് നോക്കാം. റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് ഈ ചാപ്റ്ററിൽ 2 സെക്ഷൻസ് ആയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയ കഥ പോലെയാണ്, പക്ഷെ ഭയങ്കര നല്ല ഒരു സ്ത്രീയെ, ഇത്രത്തോളം ഒരു സ്ത്രീ നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചാപ്റ്റർ ആദ്യത്തെ സെക്ഷനിലുള്ളത്. രണ്ടാമത്തത് നമുക്ക് മാർക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ സെക്ഷനാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെക്ഷനിലോട്ട് പോവാം. അതിൽ നമുക്ക് ആദ്യമായിട്ട് 2 കഥാപാത്രങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നോക്കിക്കോളൂ. ആ കഥാപാത്രങ്ങളാണ് തിമാക്കയും ബിക്കാലു ചിക്കയ്യ എന്ന് പറയുന്ന 2 കപ്പിൾസ് ആണ്. ഓക്കെ, തിമാക്ക ആൻഡ് ബിക്കാലു ചിക്കയ്യ. ഇവർ 2 പേരും എന്ന് പറയുന്നത് കപ്പിൾസ് ആണ്. ഇവർക്ക് കുട്ടികളൊന്നുമില്ല. മനസ്സിലായി? അപ്പോൾ ഇവർ 2 പേരും കുട്ടികളില്ലാത്ത ദമ്പതികളാണ്. അപ്പോൾ നമുക്കറിയാം, സാധാരണയായിട്ട് കുട്ടികളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, പലതരത്തിലുള്ള പരിഹാസപാത്രങ്ങളാവും അല്ലെ, എല്ലായിടത്തുനിന്ന്, ബന്ധുക്കളുടെ അടുത്തുനിന്നാവട്ടെ, എല്ലായിടത്തുനിന്ന് പരിഹസിക്കപ്പെടുന്ന 2 കഥാപാത്രങ്ങളാണ്. അങ്ങനെ ഇരിക്കെ ഇവർക്ക് എന്ത് തോന്നി, ഞങ്ങൾക്ക് ഒരു കുട്ടിയെ ദത്തെടുക്കാമെന്ന് ഈ കപ്പിൾസിന് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു, കുട്ടിയെ ദത്തെടുക്കുന്നതിന് പകരം അതിനെക്കാട്ടും മഹത്തായ ഒരു ദത്തെടുക്കലാണ് ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവർ വിചാരിച്ചു, നമുക്ക് ബനിയൻ ട്രീസ് നട്ടുപിടിപ്പിക്കാം. അതായത് നമുക്ക് ഈ നാഷണൽ ഹൈവേ കർണാടക 48 NH 48 കർണാടകയിലെ നാഷണൽ ഹൈവേക്ക് 3 സ്ട്രെച്ചർ ചുറ്റളവിൽ എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ബനിയൻ ട്രീസ് നട്ടുപിടിപ്പിക്കാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവർ അതിനുള്ള പണികൾ ആരംഭിക്കുകയും ഇവർ 300 ബനിയൻ ട്രീസ് എന്ത് ചെയ്യുന്നു, സാപ്ലിംഗ് ചെയ്യുന്നുണ്ട്. ഈ 300 ബനിയൻ ട്രീസ് നടുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. വെച്ചാല് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായ നമ്മുടെ തിമാക്കയ്ക്കുള്ള ഹസ്ബൻഡ് ഉണ്ടല്ലോ, ബിക്കാലു, അദ്ദേഹത്തിന് ഒരു വികലാംഗനാണ്. അപ്പോൾ കൂടുതൽ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ജോലി തിമാക്ക ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടി വരുന്നത്. ബാക്കി ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ ആര് ചെയ്യത്തുള്ളൂ, ഹസ്ബൻഡ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യമായിട്ട് ഇവർ ബനിയൻ ട്രീസ് നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ചെറിയ തൈകളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ 300 തൈകൾ ബനിയൻ ട്രീസ് വച്ചതിന് ശേഷം നമുക്കറിയാം, ഈ ഒരു റോഡ് സൈഡിൽ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി ചെറിയ കുഴികളൊക്കെ വേണമല്ലോ. അപ്പൊ ഇവരെന്താണ്, വേറെ ഒരു കൊറിയയിൽ ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞ് വന്ന് രാവിലെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കഷ്ടപ്പെട്ടിട്ട് ഇവർ ആ ഒരു കുഴികളൊക്കെ കുഴിക്കുന്നുണ്ട്. അപ്പൊ ഈ കുഴികളെല്ലാം കുഴിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, അതിന് വളമിട്ടതിന് ശേഷമാണ് ഇവർക്ക് നടേണ്ടത്. നമ്മളൊരു ചെടി നടാൻ അറിയാലോ. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് ആ പൊരി വെയിലത്താവട്ടെ, രാവിലെ ഉറക്കമില്ലാതായിട്ട് ഇവരെല്ലാവരും കഷ്ടപ്പെട്ടാണ് ഈ നമ്മുടെ കഥാനായികയായ തിമാക്ക ചെയ്യുന്നത്. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചെടി, അതായത് ബനിയൻ ട്രീസ് നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഈ നട്ടുപിടിപ്പിക്കുമ്പോഴത്തേക്കും അവിടെ അതിന് ചുറ്റും നിങ്ങൾക്കറിയാം, ഓരോ ചെടികൾ നട്ടുപിടിപ്പിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത്, അതിന് ചുറ്റും വേറെ മൃഗങ്ങളോ ഒന്നും വന്ന് കൈ കടത്താതിരിക്കാൻ, അതിനെ കടിക്കാതിരിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ തോണി ബുഷസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വയ്ക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, മുള്ളു കൊള്ളുമ്പോഴത്തേക്ക് ബാക്കി ഇപ്പൊ പശുക്കളാവട്ടെ, റോഡ് സൈഡല്ലേ, നമുക്ക് വീട്ടിലാണെങ്കിൽ മതിലുകളോ അങ്ങനെയൊക്കെ കാണും. പക്ഷേ ഈ റോഡ് സൈഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴെന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ തോണി ബുഷസ് ഒക്കെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവര് നട്ടുപിടിപ്പിക്കും. അങ്ങനെ അതൊന്നും പിന്നെ നമുക്കത് മാത്രം മതിയോ, പിന്നെ വെള്ളം വേണം അല്ലെ. അന്നത്തെ കാലത്ത് ജലസേചനം എന്ന് പറയുമ്പോൾ വളരെ ഒരു പ്രശ്നമായിട്ടിരിക്കുന്ന കാലഘട്ടമാണ്. 1950 കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യുന്നു, ദൂര സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ബക്കറ്റുകളിൽ ചുമന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോന്നിനും വെള്ളമൊക്കെ വീട്ടുന്നത്. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ആ ചെടികളെ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 300, നമുക്കറിയാം 1ഉം 2ഉം ചെടികളെല്ലാം ഉള്ള ബനിയൻ ട്രീസ് 300 എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, 3 കിലോമീറ്റർ ചുറ്റളവിൽ അവര് നട്ടുപിടിപ്പിക്കുകയാണ്. നാഷണൽ ഹൈവേക്കും 2 വശങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നു, ബനിയൻ ട്രീസ് നട്ടുപിടിപ്പിക്കുകയും ഇവര് ഓരോ രീതിയിൽ, ഇപ്പൊ വേനൽക്കാലത്ത് നല്ല രീതിയിൽ വെള്ളമൊക്കെ വീട്ടുകയും, പിന്നെ മഴക്കാലത്ത് മണ്ണൊലിപ്പ് തടയാനായിട്ട് ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ വച്ച് പിടിപ്പിച്ച് നല്ല ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് അതുപോലെ തന്നെ ബനിയൻ ട്രീസിനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഈ പ്രയത്ന ഫലമായിട്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഈ 300 ബനിയൻ ട്രീസ് നട്ടതിൽ 284
ബനിയൻ ട്രീസ് എന്ന് തോന്നുന്നു നല്ല രീതിയിൽ വളർന്നു. 300 നട്ടതിൽ എത്രയെന്ന് വന്നു? 200. ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എത്ര ബനിയൻ ട്രീസ് നട്ടുപിടിപ്പിച്ചു? 300 ബനിയൻ ട്രീസ് നട്ടുപിടിപ്പിച്ചു. അതിൽ എത്രയാണ് രക്ഷപ്പെട്ടു വന്നു? 284 ചെടികൾ ബനിയൻ ട്രീസ് നന്നായിട്ട് വന്നു. അപ്പൊ നമുക്ക് മനസ്സിലാവും, നമ്മൾ തന്നെ 5 ചെടികൾ നടുകയാണെങ്കിൽ അത് ചിലപ്പോൾ ഒന്നായിരിക്കും വരുന്നത്. അത്രയ്ക്ക് നമ്മൾ കെയർ കൊടുത്താൽ ചിലപ്പോൾ 2, 3 വരും. അപ്പോൾ ഇവർ നോക്കണം എത്ര ബുദ്ധിമുട്ടിയാണ് ഇവർ 300 സാപ്ലിംഗ് ഇത്രയും നട്ട് വളർത്തിയതിന് ശേഷം ഇവരെന്ത് ചെയ്തു? 284 ബനിയൻ ട്രീസ് എന്ത് ചെയ്തു? കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 10 വർഷം എടുത്തു ഇവരെന്ത് ചെയ്യണം? ഇത്രയും പരിപാലിച്ച് വരാം. ഒരു കുഞ്ഞിനെ കഷ്ടപ്പെട്ട് വളർത്തുന്നതിനേക്കാളും എന്താണ് കഠിനാധ്വാനം ചെയ്തിട്ടാണ് നമ്മുടെ ഇവരെന്ത് ചെയ്തത്? ഈ ഇത്രയും വരുന്ന ചെടികളെ നട്ടു വളർത്തുകയും ഇവർക്ക് എന്താണ് സിറ്റിസൺ അവാർഡ് പ്രധാനമന്ത്രിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. ആ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇവർ നട്ട ഇത്രയും 300 ബനിയൻ ട്രീസും ഏകദേശം നല്ല എമൗണ്ട്, എത്ര കോടി രൂപയ്ക്കാണ്? 85 കോടി രൂപയ്ക്ക് മുകളിൽ എന്താണ് വരുമാനം നൽകുന്ന മുതൽക്കൂട്ടായിട്ട് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ട് ഇത്രയും ചെടികൾ അല്ലെങ്കിൽ ഇത്രയും ട്രീസ് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് വികസനത്തിന് ആവശ്യമായ ഫണ്ട് ഇതിൽ നിന്ന് കിട്ടി. പിന്നെ എന്താണ്? ചെറിയ ചെറിയ പക്ഷികൾക്ക് വാസസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട് ഇത്. അതുപോലെ കഴിഞ്ഞിട്ട് മണ്ണൊലിപ്പ് തടയാനായിട്ടുള്ള വൃക്ഷത്തൈകളായിട്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാല്ലേ. നല്ല രീതിയിലുള്ള സ്വഭാവമാവട്ടെ, നല്ല രീതിയിലുള്ള പഠിത്തങ്ങളാവട്ടെ, ഇതെല്ലാം നമുക്കൊരു കുട്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ചിലത് കിട്ടും, ചിലത് എന്ത് ചെയ്യുന്നില്ല. അത് ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ചിലപ്പോൾ സമൂഹത്തിന് കുറച്ച് പേർക്ക് ഉപകാരമാണ്. പക്ഷേ ഈ ബനിയൻ ട്രീസ് ഇത്ര നട്ട് വളർത്തിയതിലൂടെ നമ്മുടെ സമൂഹത്തിന് വേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ആരാണ് ചെയ്തത്? തിമാക്ക ചെയ്തു. എന്തൊക്കെ ചെയ്തോ? കൂടുകൾ, എന്താണ്? നെസ്റ്റ് ഫോർ ബേർഡ്സ്, പ്രിവെന്റ് സോയിൽ ഇറോഷൻസ്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്തു? ഈ ചെടികൾ നട്ട് വളർത്തിയതിലൂടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവർക്ക് സംഭാവന നൽകാനായിട്ട് സാധിച്ചു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന. ഈ സെക്ഷനിൽ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ 1 വേർഡ്സ് മാത്രമേ കാണത്തുള്ളൂ. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ചെടികൾ നട്ടത് അല്ലെങ്കിൽ ഈ ബനിയൻ ട്രീസ് നട്ടത്? എത്രയാണ്? 3 കിലോമീറ്റർ സ്ട്രെച്ച് അല്ലെ. അടുത്ത് എത്ര എണ്ണമാണ് ഫസ്റ്റ് വരെ നട്ടത് ബനിയൻ ട്രീസ്? 300. അത് എത്രയാണ് രക്ഷപ്പെട്ടു? 284. ഓക്കെ, ഇത്രയൊക്കെ ഉള്ള ചെറിയ 1 വേർഡ്സ് ആയിരിക്കും ഇതിലൊന്ന് വരുന്നത്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിട്ട്. അപ്പൊ ഈ ഫസ്റ്റ് സെക്ഷൻ മനസ്സിലായില്ല. ഇതെന്ന് വെച്ചാൽ ഒരു സ്ത്രീ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന്, അതായത് നന്മ ചെയ്തു, ഇത്രയ്ക്ക് യാതനകൾ സഹിച്ച ഒരു സ്ത്രീ നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുമോ എന്ന് നമുക്കൊരു അത്ഭുതമാണ് അല്ലെ. ഇത്രയ്ക്ക് വേണ്ടിയിട്ട് 10 വർഷം അവർ ഇത്രയ്ക്ക് പണിപ്പെട്ട് ഇന്ന് കാണും. അതായത് പ്രധാനമന്ത്രിയിൽ നിന്ന് സിറ്റിസൺ അവാർഡ് വാങ്ങിക്കുക എന്ന് വെച്ചാൽ വളരെ വലിയ കാര്യമാണ്. അപ്പോൾ ആ ഒരു മഹത് കാര്യം ചെയ്ത ഒരു വ്യക്തിയുടെ സെക്ഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്ഷൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ മാത്സുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ടാണ്, സയൻസ് പരമായിട്ട് കുറച്ച് കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട രീതിയിലാണ് വയ്ക്കുന്നത്. നമുക്കറിയാം നമുക്ക് നവഗ്രഹങ്ങൾ എത്രയുണ്ട്. പണ്ടാണെങ്കിൽ നമ്മൾ പറയും 9 നവഗ്രഹങ്ങളുണ്ട്. പക്ഷെ അതിലൊന്ന് ഒന്നിനെ എന്ത് ചെയ്തു? മാറ്റി അല്ലെ. കുള്ളൻ ഗ്രഹമാണ്, പ്ലൂട്ടോനെ മാറ്റിയിട്ടാണ് ബാക്കി ഗ്രഹങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് മാർസിനെ പറ്റി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ എന്ത് ചിന്തിക്കുന്നു, അവിടുത്തെ കണ്ടുപിടുത്തങ്ങൾ, ഇപ്പൊ ഇടക്കാലം വരെ നമുക്കുണ്ടെന്ന് നമ്മുടെ ആ ചൊവ്വയിൽ എന്തുണ്ട്? ജീവനുണ്ട് അല്ലെ, ജീവനുള്ള ആൾക്കാരുണ്ട്, നമുക്ക് വസിക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം പല ഗവേഷണങ്ങളിൽ കൊണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കണ്ടെത്താൻ കാരണമായ കുറച്ച് കാരണങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാല് മാർസിൽ നമ്മുടെ സൂര്യന് അടുത്ത് 3-ാം സ്ഥാനത്ത്, അതായത് ഭൂമിക്ക് കഴിഞ്ഞ് നമ്മുടെ സൂര്യന് കഴിഞ്ഞ് 3-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് നമ്മുടെ ഭൂമി അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് എന്തോന്നും മാർസ് എന്ന് പറയുന്ന ഗ്രഹം. അപ്പോൾ സ്വാഭാവികമായും സൂര്യനോട് അടുത്ത് നിൽക്കുമ്പോൾ എന്തായിരിക്കും? നമ്മുടെ ഭൂമിയിൽ എന്താണുള്ളത്? നമുക്ക് ആവശ്യത്തിന് ചൂട് ലഭിക്കുന്നുണ്ട്, ആവശ്യത്തിന് തണുപ്പ് ലഭിക്കുന്നുണ്ട്. സൂര്യൻ നിന്ന് അകലും തോറും എന്താണ്? വെറും തണുപ്പായിരിക്കും അല്ലെ. പ്ലൂട്ടോയൊക്കെ നെപ്റ്റ്യൂണൊക്കെ ആണെങ്കിൽ നല്ല തണുത്തുറഞ്ഞ ഗ്രഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സൂര്യൻ നിന്ന് വളരെ അകലെയാണ്. നമ്മൾ സൂര്യനിൽ നിന്ന് അടുത്ത് വന്നതുകൊണ്ടാണ് നമ്മുടെ ഭൂമിക്ക് എന്താണ് കാലാവസ്ഥയിൽ ഇത്രയധികം നമുക്ക് ചേഞ്ചസ്, അതായത് തണുപ്പും അതായത് ചൂടൊക്കെ മാറി നമുക്ക് അനുഭവപ്പെടുന്നത്. അതേപോലെ തന്നെ നമുക്ക് താഴെയായിട്ട് വരുന്ന ഒരു ഗ്രഹമാണ് മാർസ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിച്ചപ്പോഴത്തേക്കും, മാർസിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്ത് കണ്ടുപിടിച്ചു? നമ്മുടെ ഭൂമിയിലുള്ളത് പോലെ തന്നെ അവിടെ എന്തുണ്ടെന്ന്? മണ്ണുണ്ടെന്നും കണ്ടുപിടിച്ചു. പിന്നെ അതുപോലെ വെള്ളത്തിന്റെ ചെറിയ അംശങ്ങൾ കണ്ടതായിട്ട് അവർ പറഞ്ഞു. ഇവരിങ്ങനെ കുറെ പരീക്ഷണങ്ങൾ നടത്തിയതിന്റെ ഫലമായിട്ട് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മുടെ ഭൂമിയെ നമ്മൾ ചിത്രീകരിക്കും എന്തായിട്ടായിരിക്കും ചിത്രീകരിക്കുന്നത് അല്ലെ. പുഴകളുള്ളത് കൊണ്ട് നമ്മൾ എന്ത് കളർ കൊടുക്കും? നീല കളർ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ പ്രകൃതിയായിട്ടുള്ള പച്ച, നീല വർണ്ണങ്ങൾ നമ്മൾ മാറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭൂമിയെ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ
കാണാൻ പറ്റും. അതുപോലെ ആ ഗ്രഹത്തിൽ എന്താണ് ആ ഒരു പച്ച കലർന്നതും നീല കളർന്നതുമായ നിറങ്ങൾ കണ്ടതായിട്ട് ആര് പറയുന്നുണ്ട്, നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ പറയുകയും അതിന്റെ പ്രഭാവത്തിൽ അവർ പറയുന്ന നമ്മുടെ ഭൂമിക്ക് തുല്യമായ സ്ഥാനം, അതായത് ട്വിങ്സ് ഓഫ് എർത്ത്, നമ്മുടെ ഭൂമിക്ക് ട്വിങ്സ് ഇരട്ട പോലത്തെ ഒരു ഗ്രഹമാണ് മാർസ് എന്ന് പറയുന്നതെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു, കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ അറിയാം. ഇവിടെ വായു, അവിടെ എന്താണ് മാർസിൽ നമുക്ക് മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യം, ഓക്സിജൻ ഉണ്ടോ, അല്ല മണ്ണുണ്ടോ, വെള്ളമുണ്ടോ, നമുക്ക് ഇതൊക്കെ പ്രധാനമായിട്ട് കാര്യങ്ങളാണ് അല്ലെ നമ്മുടെ ഭൂമിയിലോട്ട് ജീവിക്കും പോലെ. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് പല പല പേടകങ്ങൾ അവരവിടെ പരീക്ഷണാർത്ഥം വിക്ഷേപിച്ചു. അതിന്റെ പരീക്ഷണ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു പേടകം ഇറങ്ങുകയും അവിടെ വച്ചതിന്റെ ഫലമായിട്ട് അവർ മണ്ണ് പരിശോധിക്കുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാകാൻ കഴിയുന്നത് മണ്ണ് പോലത്തെ ഒരു സംഭവമാണ്, പക്ഷെ എന്താണ് നമ്മുടെ പോലത്തെ ഒരു മണ്ണല്ല അവിടെ എന്ന് വെച്ചാൽ ആ മണ്ണിന്റെ പരീക്ഷണ ഫലത്തിൽ നമുക്ക് എന്തായാലും പറ്റത്തില്ല, ഒരു ജീവനും നിലനിൽക്കാൻ സാധ്യമല്ല എന്നാണ് എന്ത് കണ്ടെത്തിയത്, നമ്മുടെ മാർസിൽ ആ പേടകങ്ങൾ പോയി പരീക്ഷണാർത്ഥം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്. കൂടാതെ ആ മണ്ണിന് ചുറ്റും കനാല് പോലത്തെ നമ്മുടെ വെള്ളം വറ്റി വരേണ്ട പോലുള്ള ഒരു ഭാവമൊക്കെ അവർ കാണുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചത് എന്താണ്, അവിടെ ചിലപ്പോൾ വെള്ളം ഉണ്ടായിരുന്നിരിക്കാം, അപ്പോൾ അത് വറ്റിപ്പോയതായിരിക്കാം എന്നുള്ള സങ്കല്പങ്ങളായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ശാസ്ത്രലോകത്തിനുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തില്ല, നമുക്ക് മാർസിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്നാണ് പിന്നത്തെ കണ്ടെത്തൽ വന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഭൂമിക്ക് തുല്യമായിട്ട് നമ്മുടെ ഭൂമി മാത്രമേ ഇന്ന് കാണുന്നുള്ളൂ, മാർസിൽ അതൊന്നും കാണുന്നില്ല. ഇങ്ങനെ പല പല സംഭവങ്ങൾ നമുക്ക് എന്താണ് മാർസിനെ കുറിച്ച് പല പല ഗവേഷണങ്ങളും നടത്തി വരികയാണ്. അപ്പോൾ അതും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഭൂമിയിൽ എന്നതുപോലെ തന്നെയാണ് മാർസിലും ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സെക്കൻഡ് പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്, റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ടെക്സ്റ്റുള്ളത് ഫുള്ളായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഇതിൽ ഈ ചാപ്റ്ററിൽ 2 സെക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ തിമാക്കയുടെ ഒരു പോർഷൻസ് ഉണ്ട്, ബെനിയൻ ട്രീസ് നടന്നത്. രണ്ടാമത്തെ സെക്ഷനാണ് ഈ മാർസിനെ കുറിച്ച്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്താൽ നിങ്ങൾ നല്ലതുപോലെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വരുന്നുണ്ടെങ്കിൽ ഇതിൽ 1 വേർഡ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും, അല്ലെങ്കിൽ TMA ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമുക്ക് റീഡിങ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ അത്രയും പോർഷൻസ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ താഴെ നമ്മൾ വീഡിയോയുടെ താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും കമന്റ് രൂപത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, തുടർന്ന് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ചാപ്റ്റർ 4 പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ചാപ്റ്റർ 4 കാണാം. എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കാണാം. ഓക്കെ, താങ്ക് യു.